ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുമ്പോഴേക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പുഴുക്കാണല്ലേ. ഞാനിത് തിരുവാതിരയുടെ അന്ന് ഉണ്ടാക്കിയതാണ്, പക്ഷേ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഇതാണ് ഇവിടെ കിട്ടുന്ന കാച്ചിൽ. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കടല ഞാൻ ആദ്യം തന്നെ വേവിക്കാൻ വെച്ചായിരുന്നു. പയറുണ്ടെങ്കിൽ പയർ എടുത്താൽ മതി കേട്ടോ. എനിക്ക് പയർ ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ കടല എടുത്തത്. പിന്നെ കൈ കിട്ടിയ മണ്ണിൻ്റെ ഇടയിലുള്ള എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. ചേന ഇവിടെ കിട്ടത്തില്ല, അതുകൊണ്ട് ചേന എടുത്തിട്ടില്ല. കാച്ചിൽ, ചേമ്പ്, മധുരക്കിഴങ്ങ്, കായാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ തേങ്ങ അരച്ചെടുക്കണം. കുഞ്ഞുള്ളി, പച്ചമുളക്, കുഞ്ഞുജീരകം കൂടി ചേർത്ത് തേങ്ങ അരച്ചെടുത്തു. വേവിച്ച് കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് വേവിച്ച് വെച്ച കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് കുറുകിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയിൽ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കരിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ അത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പുഴുക്ക്. അമ്മ ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇതിന്.